2009 ജനുവരി മാസം 21 വൈകുന്നേരം ഒരു 7 മണി വെർജീനിയ ടെക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും പോലീസിനൊരു കോൾ വന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ ഒരു കഫേയിൽ പോലീസ് എത്തിയപ്പോൾ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഭയാനകമായ കാഴ്ചയായിരുന്നു കണ്ടത്. കഫയ്ക്കുള്ളിൽ ഒരു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്നു. തറയിൽ രക്തം ചിതറിക്കിടക്കുകയായിരുന്നു. അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു ആൺകുട്ടി പതുക്കെ ഓഫീസർമാരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. വസ്ത്രത്തിലും മുഖത്തും എല്ലാം രക്തമുണ്ടായിരുന്നു. ഒരു കൈയിൽ 8 ഇഞ്ചോളം വരുന്ന ഒരു കശാപ്പ് കത്തിയുണ്ട്. മറുകൈയിൽ ആ പെൺകുട്ടിയുടെ വെട്ടിമാറ്റിയ തലയുമുണ്ടായിരുന്നു. ഈ ആൺകുട്ടിക്ക് ഭയമോ ദേഷ്യമോ തോന്നിയില്ല. താൻ ചെയ്തതിൽ ഖേദം തോന്നിയില്ല. മുഖത്ത് ഒരു ഭാവഭേദവുമില്ലായിരുന്നു. ഈ രംഗം ഒരു ഹൊറർ സിനിമയിൽ നിന്നുള്ളതുപോലെ തോന്നി. പെൺകുട്ടി 22 വയസ്സുള്ള യാങ്സിൻ ആയിരുന്നു. ആൺകുട്ടി 25 വയസ്സുള്ള സു ഹയാങ് ആയിരുന്നു. അന്വേഷണത്തിൽ ഈ ആൺകുട്ടിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് ഒരു പ്രണയ ലേഖനവും $40 ഒരു ചെക്കും കണ്ടെത്തി. യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തപ്പോൾ ഇരുവരും വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ആ കഫേയിൽ ഈ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്തിനായിരിക്കും? ഈ കേസിലെ കൊലയാളി സു ഹയാങ് 1984 ചൈനയിലെ നിങ്ബോയിലാണ് ജനിച്ചത്. വളരെ സ്നേഹവും വിദ്യാഭ്യാസവുമുള്ള ഒരു കുടുംബത്തിൽ. അവന്റെ അച്ഛൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അമ്മ ഒരു ഡോക്ടറായിരുന്നു. മാതാപിതാക്കൾ ഇത്രയും യോഗ്യതയുള്ളവരാകുമ്പോൾ കുട്ടികളിൽ നിന്നുള്ള എല്ലാവരുടെ പ്രതീക്ഷകളും തീർച്ചയായും വർദ്ധിക്കും. സു ആ പ്രതീക്ഷകൾക്ക് അനുസൃതമായി തന്നെ ജീവിക്കുകയും ചെയ്തു. കുട്ടിക്കാലം മുതൽ തന്നെ പഠനത്തിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവനും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. പോരാത്തതിന് നല്ല പെരുമാറ്റവുമുണ്ട്. അവന്റെ സ്വഭാവ ഗുണം കാരണം അവന് നിരവധി സുഹൃത്തുക്കളും ലഭിച്ചു. പറഞ്ഞു വന്നാൽ അവനിൽ അങ്ങനെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അധ്യാപകർ പോലും അവനെ വളരെയധികം പ്രശംസിച്ചു. ഈ സമയങ്ങളിൽ അവന്റെ മാതാപിതാക്കൾ എത്രമാത്രം അഭിമാനിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സൂന് വളരെ ശോഭനമായ ഒരു ഭാവി ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ അവന്റെ ബുദ്ധിശക്തി, രൂപഭംഗി ഇവയെല്ലാം കാരണം നിരവധി പെൺകുട്ടികളും അവനെ ഇഷ്ടപ്പെട്ടു. സൂം സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് ട്രേഡിൽ ഒരു ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. അവിടുത്തെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായതിനാൽ 2008 അവന് സ്കോളർഷിപ്പും ലഭിച്ചു. ഇതിലൂടെ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടാൻ അവൻ US വെർജീനിയ ടെക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വെർജീനിയ ടെക് യൂണിവേഴ്സിറ്റി മുൻപ് ഒരു ഭയാനകമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 2007 ഒരു വിദ്യാർത്ഥി പിസ്റ്റളുമായി ക്യാമ്പസിനുള്ളിലേക്ക് കയറി യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ആ ഒരു സംഭവത്തിൽ 32 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവം തീർച്ചയായും നിങ്ങൾ കേട്ടതായിരിക്കും. ആ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഈ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബ അംഗങ്ങളും ഈ ഭയാനകമായ സംഭവത്തിൽ നിന്നും കരകയറുകയായിരുന്നു. എന്നാൽ ഈ സംഭവം നടന്ന് വെറും 2 വർഷത്തിന് ശേഷം 2009 യൂണിവേഴ്സിറ്റിക്കുള്ളിൽ വെച്ച് സു ഹയാങ് മറ്റൊരു കൊലപാതകം നടത്തി. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇതുവരെയും സു ഹയാങ്ങിനെ കുറിച്ച് പറഞ്ഞതെല്ലാം പോസിറ്റീവായിരുന്നു. അവൻ ബുദ്ധിമാനായിരുന്നു, നല്ല സ്വഭാവ ഗുണമുള്ളവനായിരുന്നു, മൊത്തത്തിൽ ഒരു നല്ല കുട്ടി. പിന്നെയും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്തത്? അങ്ങനെ ആ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ എന്താണ് സംഭവിച്ചത്? അവന്റെ സ്വഭാവം ഇത്രയധികം എങ്ങനെ മാറി? ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനോടൊപ്പം അവൻ അവിടെയുള്ള അധ്യാപകർക്ക് സഹായകനായും പ്രവർത്തിച്ചിരുന്നു. അതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അതിലൂടെ തന്നെ അവൻ ഒരുപാട് സുഹൃത്തുക്കളും ലഭിച്ചു. സത്യത്തിൽ ചൈനയിൽ നിന്നും അവന് US വരാൻ വല്ലാത്ത ആവേശമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വിദേശത്തൊക്കെ പഠിക്കാൻ പോയാൽ ഒരുപക്ഷെ നമ്മളും ഇതേ അവസ്ഥയിലായിരിക്കും. പുതിയ ആളുകൾ, പുതിയ സംസ്കാരം, പുതിയ ഭാഷ, ഇതെല്ലാം അതിര് കടന്നതായിരിക്കും. പക്ഷേ സുവിന്റെ ഇംഗ്ലീഷ് വളരെ മികച്ചതായിരുന്നു. അവന് അവിടെ പൊരുത്തപ്പെടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നില്ല. അവൻ ഒരു സൗഹൃദ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കി. അവിടെയുള്ള വിദ്യാർത്ഥികളും പ്രൊഫസർമാർ പോലും അവനെ നല്ലൊരു സുഹൃത്തായി കാണുമ്പോൾ അവന്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷെ അപ്പോഴും ആരും അറിയാത്തൊരു പോരായ്മ സൂനുണ്ടായിരുന്നു. അവിടെ പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അവൻ എപ്പോഴും എല്ലാവരോടും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു.
അവിടെ ജോലിഭാരം കൂടുതലാണ്. അവിടെ വന്ന ആവേശത്തിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ ആദ്യ സെമസ്റ്ററിൽ അവൻ നന്നായി പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് വളരെയധികം കുറഞ്ഞു. വളരെയധികം എന്ന് പറയുമ്പോൾ ശരാശരിയിൽ നിന്നും താഴേക്ക് പോയി. സാധാരണ നമുക്ക് സംഭവിക്കാറുള്ളത് തന്നെയാണ്. പുതിയ കോളേജ്, പുതിയ സുഹൃത്തുക്കൾ, പുതിയ ചുറ്റുപാട്. അപ്പോൾ നമ്മൾ പതിയെ പതിയെ പഠിത്തത്തിലും ഒന്ന് താഴേക്ക് വരാൻ തുടങ്ങും. അതായിരുന്നു ഇവിടെ സൂങ് ഹയാങ്ങിനും സംഭവിച്ചത്. ഇതൊന്നും വലിയ കാര്യമല്ല. തീർച്ചയായും അടുത്ത സെമസ്റ്ററിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പടി കയറി പോകും. പക്ഷേ സൂവിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂ അവന്റെ ബുദ്ധിശക്തിയിലും പഠനത്തിന്റെയും മികവ് കൊണ്ടാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും അവന്റെ ഗ്രേഡ് ശരാശരിയിൽ നിന്നും താഴേക്ക് പോയാൽ അവന്റെ സ്കോളർഷിപ്പ് തന്നെ റദ്ദാക്കി തിരികെ അവനെ ചൈനയിലേക്ക് അയക്കും. ഇത് അവനെ വല്ലാതെ അലട്ടി. വല്ലാത്ത സമ്മർദ്ദം അവൻ അനുഭവിക്കാൻ തുടങ്ങി. ഇത് ആലോചിച്ചുകൊണ്ട് തന്നെ അവൻ വളരെ ടെൻഷനിൽ ജീവിക്കാൻ തുടങ്ങി. പോരാത്തതിന് താനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചറൽ എക്കണോമിക്സിന് ഭാവിയില്ല എന്ന് അവൻ ആളുകളോട് വീണ്ടും വീണ്ടും പരാതിപ്പെടാൻ തുടങ്ങി. ഇതിൽ ഭാവി ഒന്നും തന്നെ ഇല്ല, താൻ സമയം പാഴാക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷേ അവൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആയതുകൊണ്ട് അല്പമൊന്ന് താഴ്ന്നു പോയാലും അവന് വീണ്ടും മുന്നോട്ട് വരാമായിരുന്നു. ഇത്രയും വിഷാദത്തിന്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും അവൻ വളരെ വിഷാദത്തിലായിരുന്നു. വർഷത്തിന്റെ അവസാനം കുടുംബത്തെ കാണാൻ പോലും പോയില്ല. കോളേജിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ ആലോചിക്കുകയാണെന്ന് അവൻ തന്റെ കുടുംബത്തോട് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. താൻ വിഷാദത്തിലാണെന്നും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പോലും അവൻ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോ എന്റെ സുഹൃത്തുക്കളോ കുടുംബ അംഗങ്ങളോ ആരെങ്കിലും എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും തിരിച്ചു പറയുക? സാരമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഒരു കാര്യം ചെയ്യ്, ഒരു ബ്രേക്ക് എടുക്ക്, ഇത്രയധികം സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യം ഇല്ല. ഇനി അതല്ല എങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് തിരികെ വാ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നമുക്കെല്ലാം ശരിയാക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറയുക, അല്ലെങ്കിൽ സാധാരണ എല്ലാവരും പറയുക. പക്ഷെ നിർഭാഗ്യവശാൽ അവന്റെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തില്ല. ഒരുപക്ഷെ അവൻ നല്ല മാർക്ക് വാങ്ങാത്തത് കൊണ്ട് അച്ഛനെയും അമ്മയെയും ഫേസ് ചെയ്യാൻ ഒരു മടിയായിരിക്കാം, ഒരു ലജ്ജ തോന്നുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ വെറുതെ ആത്മഹത്യാ ഭീഷണികൾ പറയുന്നത് എന്നാണ് അച്ഛനും അമ്മയും കരുതിയത്. എല്ലാം സ്വയം ശരിയാകും, ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, അതേ കോളേജിൽ തുടരണം എന്നായിരുന്നു അവരുടെ ഉപദേശം. എന്നാൽ അവൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആ കോളേജിലെ പ്രൊഫസറോ അവന്റെ കുടുംബമോ സുഹൃത്തുക്കളോ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഏത് സമയവും തെറ്റായ നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു അവൻ. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി യാങ് സിൻ എന്നൊരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. യാങ്ങിന് 22 വയസ്സ്. സൂനെ പോലെ തന്നെ ചൈനയിൽ നിന്നുള്ള പെൺകുട്ടി. 1986 ചൈനയിലാണ് ജനിച്ചത്. സൂവിന്റെ മാതാപിതാക്കളെ പോലെ തന്നെ യാങ്ങിന്റെ കുടുംബവും വിദ്യാസമ്പന്നരായിരുന്നു. യാങ്ങും അക്കാദമിക് പരമായി വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അങ്ങനെ സൂനെ പോലെ തന്നെ യാങ്ങിനും വെർജീനിയ ടെക് കോളേജിൽ ഒരു അവസരം ലഭിച്ചു. ആ അവസരത്തിലും അവൾ വളരെ സന്തുഷ്ടയായിരുന്നു. പക്ഷേ യാങ്ങിന് US ആരെയും അറിയില്ലായിരുന്നു. അതിനാൽ അവൾ ചൈനയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ഓൺലൈൻ കോളേജ് വിദ്യാർത്ഥി ഗ്രൂപ്പുകളുമായി സംസാരിച്ചു. ആ ഓൺലൈൻ ഗ്രൂപ്പിലൂടെയായിരുന്നു അവൾ സൂ ഹയാങ്ങുമായി സംസാരിക്കാൻ തുടങ്ങിയത്. സൂ അവളുടെ സീനിയറും അധ്യാപക സഹായിയുമായിരുന്നു. പോരാത്തതിന് അവനും ചൈനയിൽ നിന്നുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കുകയും അവന്റെ സഹായം തേടുകയും ചെയ്യുന്നതാണ് ബുദ്ധിയെന്ന് യാങ്ങിന് തോന്നി. അങ്ങനെ 2009 ജനുവരി മാസം 8 യാങ് US വന്നു. സൂ അവളെ വിമാനത്താവളത്തിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. രണ്ടുപേരും പരസ്പരം അടുത്ത് കാണുന്നത് അപ്പോഴാണ്. അവൾ വളരെ സുന്ദരിയും വളരെ ഫ്രണ്ട്ലിയായി പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും നേരിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കാണ് പോയത്, അവിടെ റിപ്പോർട്ട് ചെയ്യാനും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനും വേണ്ടി. ഇപ്പൊ യാങ്ങിന് അവിടെ മറ്റാരെയും അറിയില്ല. അതുകൊണ്ട് യാങ് ചെയ്തത് അവളുടെ എമർജൻസി കോൺടാക്ട് നമ്പറിൽ സൂവിന്റെ നമ്പർ ആഡ് ചെയ്തു. ഇതേസമയം സൂ ചെയ്തതും അവന്റെ എമർജൻസി കോൺടാക്ട് നമ്പറിൽ യാങ്ങിന്റെ നമ്പർ സേവ് ചെയ്തു. അവരുടെ ബന്ധം എന്താണെന്ന് യൂണിവേഴ്സിറ്റി ജീവനക്കാർ ചോദിച്ചപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. മാത്രമല്ല യാങ് സൂവിന്റെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് എന്ന് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്കും മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇവരെന്തിനാണ് ഒരുമിച്ച് താമസിക്കുന്നത്? അവരുടെ ബന്ധം എന്താണ്? നല്ല സുഹൃത്തുക്കളല്ലേ, പിന്നെ ഒരുമിച്ച് താമസിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. ശരി, ഒരുമിച്ച് താമസിച്ചു, പിന്നെ ഇവെന്താണ് സംഭവിച്ചത്? സംഭവിച്ച കാര്യം എന്തായാലും വളരെ ഗുരുതരമായ ഒന്നായിരിക്കണം. കാരണം അവൻ സ്വന്തം കൈകൊണ്ട് ആ പെൺകുട്ടിയുടെ തല മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. ശരീരത്തിൽ നിന്നും തല വേർപെടുത്തിയെടുത്തു. ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് കാരണം എന്തായിരിക്കും? ജനുവരി മാസം 21 ഈ ഒരു കൊലപാതകം നടന്നപ്പോൾ പോലീസിന് വ്യക്തമായ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ചുറ്റുമുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു. സൂ എന്തിനാണിത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഒരുപാട് സൂചനകൾ ശേഖരിക്കാൻ ശ്രമിച്ചു. അവനെ അറസ്റ്റ് ചെയ്ത ശേഷം
അവനോട് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് ഒന്ന് മാത്രം: ഞാൻ അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവൾക്ക് എന്റേതായിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അവളെ നശിപ്പിക്കും. ഈ ഭയാനകമായ വാചകത്തിലൂടെ തന്നെ നമുക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട്. അവർക്കിടയിൽ എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊക്കെ ഒരു ധാരണ ലഭിക്കും. ഇതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും പോലെ തന്നെ അവിടെയുള്ള ആളുകളും ഈ കാരണങ്ങളൊക്കെ ഊഹിച്ചെടുക്കാൻ തുടങ്ങി. ആർക്കും സത്യം അറിയില്ലായിരുന്നു. എല്ലാവരും സ്വന്തം തിയറി പറയാൻ തുടങ്ങി. പക്ഷേ ചിന്തിച്ചവരെല്ലാം വളരെ താഴ്ന്ന നിലവാരത്തിലായിരുന്നു ചിന്തിച്ചത്. യാങ് മരിച്ചതിന് ശേഷം എല്ലാവരും അവളെയായിരുന്നു കുറ്റപ്പെടുത്താൻ തുടങ്ങിയത്. അവളുടെ സ്വഭാവത്തിനെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ കേസിനെ കുറിച്ചുള്ള സത്യം നിങ്ങളോട് പറയുന്നതിന് മുൻപ് ഈ പറയുന്ന ആളുകൾ എങ്ങനെയെല്ലാം പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അജ്ഞാത വ്യക്തി ഇന്റർനെറ്റിൽ ഒരു പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്ത പെൺകുട്ടി യാങ് സിന്നിനെ തനിക്ക് അറിയാമെന്നും അവൾ സ്വാർത്ഥയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പ്രശസ്തി വളരെ മോശമായിരുന്നു. അവൾക്ക് ചൈനയിൽ നിരവധി കാമുകന്മാരുണ്ടായിരുന്നു. ആ കാമുകന്മാരിൽ നിന്നും അവൾ പണം ചോദിക്കാറുണ്ടായിരുന്നു. അവൾക്ക് ഡേറ്റ് ചെയ്യാൻ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: പണം. അവൾ ഒരുപാട് ആസക്തി ഉള്ളവളായിരുന്നു. പണം ഉപയോഗിച്ച് അവൾ ഒരുപാട് മേക്കപ്പ് വസ്തുക്കൾ വാങ്ങി. ഇങ്ങനെയായിരുന്നു പോസ്റ്റ്. പിന്നീട് ഈ പോസ്റ്റ് വൈറലായി. പിന്നീട് ഇത് കണ്ട ആളുകൾ സ്വന്തമായ കഥകൾ മെനഞ്ഞത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. യാങ് സൂവിനെ പ്രണയത്തിൽ കുടുക്കിയതാണെന്ന് പറയാൻ തുടങ്ങി. ഒരുപക്ഷെ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാം. അതിനുശേഷം അവൾ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് സു നിരാശനായി അത്തരമൊരു നടപടി സ്വീകരിച്ചത്. യാങ്ങിന് എന്ത് സംഭവിച്ചാലും അതവൾ അർഹിക്കുന്നതാണ് എന്ന് പോലും പറയാൻ തുടങ്ങി. ഇത്തരമൊരു പെൺകുട്ടിക്ക് സംഭവിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇങ്ങനെ യാതൊരു തെളിവുമില്ലാതെ ഈ പോസ്റ്റിന്റെ ആധികാരികത പരിശോധിക്കാതെയും ആളുകൾ ഹൃദയശൂന്യമായ പോസ്റ്റുകളും വാചകങ്ങളും ഇന്റർനെറ്റിൽ ഇങ്ങനെ പടർത്താൻ തുടങ്ങി. അവിടെ സൂവിനെ ന്യായീകരിക്കാൻ തുടങ്ങി. അവനെ ഈ കഥയിലെ നായകനാക്കി മാറ്റി. പാവം യാങ് സിന്നിനെ ഒരു വില്ലനാക്കി മാറ്റി. ഒന്നും അറിയാതെ ആളുകൾ ഇരകളുടെ മേൽ മരിച്ചതിന് ശേഷം പോലും ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ശരിക്കും വിചിത്രമായി തോന്നുകയാണ്. എന്നാൽ യഥാർത്ഥ യാങ് എങ്ങനെയുള്ളവളാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. യാങ് സിൻ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയല്ല. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സ്വന്തം ചിലവുകൾ നോക്കാനും കുടുംബം പോറ്റാനും അവൾ 2 ജോലി ചെയ്തു. പഠിക്കുമ്പോഴും ഒരേ സമയം 2 ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആ ജോലികൾ ഒരിക്കലും അവളുടെ ഗ്രേഡുകളെ, മാർക്കുകളെ ബാധിച്ചില്ല. US വന്നപ്പോൾ അവൾക്ക് ആവശ്യമായതെല്ലാം അവൾ ചൈനയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. അവൾ ഒരിക്കലും മേക്കപ്പ് ഇട്ടിരുന്നില്ല, ഒരിക്കലും ആഭരണങ്ങൾ ധരിച്ചിരുന്നില്ല. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വളരെ അപൂർവമായി മാത്രമേ ഷോപ്പിംഗ് ചെയ്തിരുന്നുള്ളൂ. എല്ലാവരും അവളെ ഭൗതികവാദി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ യാങ്ങിന്റെ കൈവശം ആഡംബര വസ്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചപ്പോൾ പതിയെ സത്യം പുറത്തു വരാൻ തുടങ്ങി. യാങ്ങിനെതിരെ പ്രചരിച്ച കിംവദന്തികൾ സത്യമല്ല എന്ന് പതുക്കെ ആളുകൾ മനസ്സിലാക്കി. ഇങ്ങനെ സത്യം പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ യാങ്ങിനെതിരെ പോസ്റ്റ് ചെയ്ത അജ്ഞാത പെൺകുട്ടി പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും എല്ലാവരോടും ക്ഷമാപണം നടത്തുകയും ചെയ്തു. അതായത് ആ പോസ്റ്റ് വ്യക്തമായും കൃത്യമായും സത്യമല്ലായിരുന്നു. അപ്പോൾ ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവർ രണ്ടുപേരും ഒരേ അപ്പാർട്ട്മെന്റിൽ താമസിച്ചത് എന്തിനാണ്? കൊലപാതകം നടന്ന ദിവസം അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് സൂവിന്റെ ഫ്ളാറ്റിൽ നിന്നും ഒരു പ്രണയ ലേഖനവും $40 ചെക്കും കണ്ടെത്തി. അതിന്റെ സത്യാവസ്ഥ എന്ത്? 2009 ജനുവരി മാസം 8 യാങ് US എത്തിയപ്പോൾ സു അവളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ ഇതുവരെയും താമസ സൗകര്യം ആരംഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ യാങ്ങിന് താമസിക്കാൻ മറ്റു സ്ഥലമില്ല. അതുകൊണ്ട് സു തന്റെ അപ്പാർട്ട്മെന്റിൽ കുറച്ചു ദിവസം താമസിക്കാം എന്നുള്ളൊരു ഓഫർ അവൾക്ക് നൽകി. യാങ്ങും ആ ഓഫർ സ്വീകരിച്ചു. ആ സമയത്ത് സു തന്റെ ജീവിതത്തിലെ ഇരുണ്ട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നമ്മൾ ഓർക്കണം. പക്ഷേ എന്താണെന്നറിയില്ല, ഈ പെൺകുട്ടി വന്നതിന് ശേഷം അവന്റെ ജീവിതം പതിയെ മാറാൻ തുടങ്ങി. ഒരുമിച്ച് താമസിച്ചപ്പോൾ സു യാങ്ങിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അയാൾക്ക് അവളിൽ ഒരു പ്രണയം തോന്നി. സത്യത്തിൽ യാങ്ങിന് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. തന്റെ സീനിയർ തന്നെ ഇത്രയധികം സഹായിച്ചതിൽ അവൾ നന്ദിയുള്ളവളായിരുന്നു. അങ്ങനെ ഒരു ദിവസം സു ധൈര്യം സംഭരിച്ച് യാങ്ങിനോട് തന്റെ ഈ പ്രണയം തുറന്നു പറഞ്ഞു. എത്രമാത്രം താൻ ഇഷ്ടപ്പെടുന്നു, അവളുടെ കാമുകനാകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ യാങ് ഈ ഒരു പ്രണയ അഭ്യർത്ഥന നിരസിച്ചു. ഇതവന് വല്ലാത്ത വേദന തന്നെ നൽകി. കുറച്ചു ദിവസം തന്നെ താമസിപ്പിക്കാൻ അനുവദിച്ചതിനാൽ അവൾ അവനോട് നന്ദിയുള്ളവനായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്തോ ഒരു വിഷമം തോന്നി. സൂന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നതിൽ അവൾക്ക് എന്തോ കുറ്റബോധം തോന്നി. എന്നിട്ട് സൂങ് ഹയാങ്ങിന് യാങ് സിൻ ഒരു $40 ചെക്ക് നൽകി. അവിടെ താമസിച്ചതിന്റെ വാടകയാണിത്. തുടർന്ന് അവൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കോളേജ് ഹോസ്റ്റലിലേക്ക് മാറി. സു ഇതിനകം തന്നെ വിഷാദത്തിലായിരുന്നു. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം മോശമായിരുന്നു. അതിനാൽ
ഇപ്പോൾ ഈ ഒരു നിരസിക്കലും അവനെ കൊണ്ട് സഹിക്കാൻ സാധിച്ചില്ല. അവളോട് സംസാരിച്ച് തനിക്ക് അവളോടുള്ള ഇഷ്ടം ബോധ്യപ്പെടുത്താൻ യാങ്ങിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കോളേജിൽ പോലും തന്റെ സുഹൃത്തുക്കളോട് തനിക്ക് യാങ്ങിനെ ഇഷ്ടമാണ്, അവളുടെ കാമുകനാകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ സു തന്നെ പിന്തുടരുന്നതും ശല്യം ചെയ്യുന്നതും വർദ്ധിച്ചപ്പോൾ തനിക്ക് മറ്റൊരു കാമുകനുണ്ടെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും യാങ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സു പൂർണ്ണമായും തകർന്നു. പിന്നീട് തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടരുത് എന്നൊരു ചിന്തയിലേക്ക് അവൻ വന്നു. അതിനുവേണ്ടി അവളെ കൊല്ലാൻ തീരുമാനിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതുപോലെ, എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവളെ നശിപ്പിക്കും. വെറും 4 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് മറ്റൊരാളുമായി പ്രണയത്തിലാകാൻ എങ്ങനെയാണ് കഴിയുക? ഇത് വെറും ഒരു ആസക്തി മാത്രമായിരുന്നു. യാങ് കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അവളും ചൈനയിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. പോരാത്തതിന് ആ സമയം സു വല്ലാത്ത വിഷാദത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ ശ്രദ്ധയും അവൻ യാങ്ങിലേക്ക് മാറ്റി. പക്ഷെ തിരിച്ച് ഒരു നിരസിക്കപ്പെടൽ ലഭിച്ചപ്പോൾ പിന്നെ അവൻ തന്റെ എല്ലാ നിരാശയും പാവം യാങ്ങിനോട് തീർക്കാൻ തീരുമാനിച്ചു. 2009 ജനുവരി മാസം 21 അതിരാവിലെ സു ഹയാങ് 8 ഇഞ്ചോളം വരുന്ന ഒരു കശാപ്പ് കത്തിയും ചുറ്റികയും 2 കത്തികളും വാങ്ങി. അവന്റെ പദ്ധതി അനുസരിച്ച് അവളെ ആക്രമിക്കാൻ കത്തികൾ ഉപയോഗിക്കണം, തലയിലടിക്കാൻ ചുറ്റിക ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാം അവൻ പദ്ധതി ഇട്ടിരുന്നു. സത്യത്തിൽ അവന്റെ മനസ്സിൽ എന്തൊക്കെയാണ് അവൻ ചിന്തിച്ചു കൂട്ടിയതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത ഭയം തോന്നുകയാണ്, അസ്വസ്ഥത തോന്നുകയാണ്. ഇതിനുശേഷം സു ഹയാങ് യാങ്ങിനെ വിളിച്ച്, എനിക്ക് നിന്നോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം, അവസാനമായി ഒന്ന് കാണാമോ എന്ന് ആവശ്യപ്പെട്ടു. യാങ് കഴിയുന്നത്ര അവനെ അവഗണിച്ചു. പക്ഷേ പിന്നീട് വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ക്യാമ്പസിലെ കഫേയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ആ കഫയ്ക്കുള്ളിൽ ഒരു 2-3 വിദ്യാർത്ഥികളും ചില ജീവനക്കാരും സു ഹയാങ്ങും യാങ്ങും ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. സു തന്റെ പിന്നിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. ഈ കഫയ്ക്കുള്ളിൽ സു ഹയാങ് അവസാനമായി അവളോട് വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തി. യാങ് അവസാനമായി അത് നിരസിക്കുകയും ചെയ്തു. ഉടൻ തന്നെ സു മറച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് യാങ്ങിനെ ആക്രമിച്ചു. അവൾ ഒന്നും പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു. വല്ലാതെ ഭയപ്പെട്ടു. അവൻ ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ തുടക്കത്തിൽ സ്വയം സംരക്ഷിക്കാൻ ശ്രമിച്ചു. അതുവഴി അവളുടെ കൈകളിൽ ധാരാളം മുറിവുകൾ വന്നു. പക്ഷെ ഒടുവിൽ പാവം യാങ് താഴെ വീണു. അപ്പോഴും സു അവളുടെ മുകളിൽ കയറിയിരുന്ന് കത്തി ഉപയോഗിച്ച് അവളുടെ തല വെട്ടാൻ തുടങ്ങി. ഈ രംഗം സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചു. എല്ലാം അക്രമാസക്തമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും കഫയിലെ തൊഴിലാളികളും എല്ലാം ഭയത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. സു യാങ്ങിന്റെ തല ശരീരത്തിൽ നിന്നും വെട്ടിമാറ്റി. പോലീസ് ഉടൻ തന്നെ കഫയിലെത്തി. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു രംഗം ഒരു ഹൊറർ സിനിമയിലുള്ളതുപോലെ തോന്നും. യാങ്ങിന്റെ നിർജീവ ശരീരം നിലത്തെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. സുവിന്റെ ഒരു കൈയിൽ കത്തിയും മറു കൈയിൽ യാങ്ങിന്റെ വെട്ടിമാറ്റിയ തലയും ഉണ്ടായിരുന്നു. അവൻ പതിയെ പതിയെ പോലീസിന്റെ അടുത്തേക്ക് നടന്നു. മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല, കുറ്റബോധമില്ല, പശ്ചാത്താപമില്ല. ഈ ഒരു കേസിന്റെ കോടതി വിചാരണ 2010 ഏപ്രിൽ മാസം 19 ആരംഭിച്ചു. കോടതിയിൽ വെച്ച് സു തന്റെ കുറ്റം സമ്മതിച്ചു. യാങ്ങിന്റെ കുടുംബത്തോട് ക്ഷമാപണം നടത്തി. അല്ലല്ല, ഒരു പൊള്ളയായ ക്ഷമാപണം നടത്തുകയും ചെയ്തു. യാതൊരു കാരണവുമില്ലാതെ അവൻ അവരുടെ മകളെ ആ കുടുംബത്തിൽ നിന്നും അടർത്തിയെടുത്തു കൊണ്ടുപോയി. അവനറിയാം അവസാനം നല്ലത് ഒരു ദുഃഖമാണെന്ന്. വെർജീനിയയിൽ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്. പക്ഷേ അവൻ അത് അർഹിച്ചിരുന്നു. അങ്ങനെ യാങ്ങിനെ കൊലപ്പെടുത്തിയതിന് സു ഹയാങ്ങിന് ജീവപര്യന്തം തടവ് വിധിച്ചു. സ്വന്തം മകളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് ഒരിക്കലും ഊഹിച്ചെടുക്കാൻ പോലും സാധിക്കില്ല. സത്യത്തിൽ അവന് ലഭിക്കേണ്ടത് വധശിക്ഷ തന്നെയായിരുന്നു. അവന്റെ ഭാഗ്യം ആ നാട്ടിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയുക. അല്ലെങ്കിൽ ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.